ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ക്ഷേമത്തിലൂന്നിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന നടപടികൾക്കൊപ്പം നികുതി പരിഷ്കാരങ്ങൾക്കും സാധ്യത. പ്രത്യേക സാമ്പത്തിക പാക്കേജിനൊപ്പം വയനാടിനും വിഴിഞ്ഞത്തിനും സഹായം പ്രതീക്ഷിച്ച് കേരളം. ന്യൂഡൽഹി പുസ്തകമേളയ്ക്ക് ഇന്ന് ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും 73 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും ഇന്ന് പ്രയാഗ്രാജിലെത്തും. മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്ക് 25%, ചൈനയ്ക്ക് 10% തീരുവ ചുമത്താൻ US തീരുമാനം. ഇംഗ്ലണ്ടിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 3ാം തവണയും അധികാരത്തിലെത്തിയ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ 2ാമത്തെ ബജറ്റാണിത്. 11 മണിക്കാണ് ബജറ്റ് അവതരണം. വിശദാംശങ്ങളിലേക്ക്. 2019 ധനമന്ത്രിയായ ശേഷം നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് അവതരണമാണിത്. കൃഷി, വ്യവസായം, അടിസ്ഥാന സൌകര്യങ്ങൾ, തൊഴിൽ, ആരോഗ്യം, നികുതി തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടായേക്കും. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന നടപടികൾക്കൊപ്പം പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ക്ഷേമത്തിലൂന്നിയ നടപടികളും പ്രതീക്ഷിക്കാം. ഇടത്തരക്കാരുടെ ക്ഷേമത്തിലൂന്നിയായിരുന്നു രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം സംസാരിച്ചത്. നികുതി പരിഷ്കാരങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ശക്തമാണ്. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമുണ്ടായേക്കും. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും നടപടിയുണ്ടാകും. 2021 മുതൽ കടലാസ് രഹിതമായാണ് ബജറ്റ് അവതരണം. ഫെബ്രുവരി 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം. മാർച്ച് 10 പുനരാരംഭിക്കുന്ന സമ്മേളനം ഏപ്രിൽ 4 പിരിയും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളവും കാത്തിരിക്കുന്നത്. വയനാടിനും വിഴിഞ്ഞത്തിനുമായി സാമ്പത്തിക സഹായം, പ്രത്യേക സാമ്പത്തിക പാക്കേജ്, വായ്പാ പരിധിയിലെ വർധന എന്നിവയിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നതിനും പ്രത്യേക പാക്കേജ് കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നാണ്. 2000 കോടിയുടെ സാമ്പത്തിക പാക്കേജാണ് വയനാടിനു വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 2000 കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ്. അത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് കണ്ട്, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കണ്ട് സംസാരിച്ചാണ്. ഇത് കൂടാതെ ധനകാര്യ വകുപ്പിൻ്റെ ആയിട്ട് ഞങ്ങൾ ധനകാര്യമന്ത്രിമാരെ വിളിച്ചപ്പോൾ ഈ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനത്തെ സംബന്ധിച്ച സമഗ്ര അവലോകനമായ സാമ്പത്തിക സർവേ പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷം 6.3%-നും 6.8%-നും മധ്യേ വളർച്ച കൈവരിക്കുമെന്ന് സർവേയിലെ കണ്ടെത്തലുകൾ വിശദീകരിക്കവേ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ വ്യക്തമാക്കി. Growth outlook for FY26, we projected 6.5% to 7% for FY25, and this time we are projecting a growth outlook between 6.3 and 6.8% for FY26, which is in line with the projections made by many international organizations as well. പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച തിങ്കളാഴ്ച ലോക്സഭയിലും രാജ്യസഭയിലും നടക്കും. ധനകാര്യ ബിൽ 2025, വഖഫ് ഭേദഗതി ബിൽ 2024, ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025, ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ, റെയിൽവേ ഭേദഗതി ബിൽ 2024 ഉൾപ്പെടെ 16 ബില്ലുകൾ പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസാക്കും. ഈ വർഷത്തെ ന്യൂഡൽഹി ലോക പുസ്തകമേളയ്ക്ക് ഇന്ന് ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. നമ്മൾ ഇന്ത്യൻ ജനത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 9 ദിവസം നീളുന്ന മേള രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. റഷ്യ, ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ, കൊളംബിയ, അബുദാബി തുടങ്ങി 50 രാജ്യങ്ങൾ മേളയുടെ ഭാഗമാകും. 2000-ഓളം പ്രസാധകരും 1000-ഓളം പ്രഭാഷകരും പങ്കെടുക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് മഹാകുംഭമേളയിൽ പങ്കെടുക്കും. ത്രിവേണി സംഗമത്തിൽ അദ്ദേഹം വിശുദ്ധ സ്നാനം നടത്തും. 73 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ഇന്ന് മഹാകുംഭമേള സന്ദർശിക്കും. സംഗമത്തിലെ വിശുദ്ധ സ്നാനത്തിനു ശേഷം അവർ അക്ഷയവത്, ബഡേ ഹനുമാൻ ക്ഷേത്രം എന്നിവയും സന്ദർശിക്കും. നേരത്തെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള 21-അംഗ പ്രതിനിധി സംഘവും മഹാകുംഭമേള സന്ദർശിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ചൈന, കാനഡ, മെക്സിക്കോ എന്നിവയുൾപ്പെടെ അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികൾക്ക് ഇന്നു മുതൽ വർദ്ധിപ്പിച്ച തീരുവ ചുമത്തുമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. മയക്കുമരുന്നായ ഫെന്റാനിൽ യുഎസിലേക്ക് വിതരണം ചെയ്യാൻ അനുവദിച്ചതിന് മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്ക് 25% തീരുവയും ചൈനയ്ക്ക് 10% തീരുവയും ചുമത്തുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു. കാനഡയും മെക്സിക്കോയും വഴി അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെയും അനധികൃത മയക്കുമരുന്നുകളുടെയും ഒഴുക്ക് തടയുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കുമെന്ന് സൂചിപ്പിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. സന്ദർശനം ആസൂത്രണം ചെയ്യുന്നതിനായി ഇരു രാജ്യങ്ങളും ബന്ധപ്പെട്ട് വരികയാണ്. സന്ദർശന തീയതി വൈകാതെ പ്രഖ്യാപിക്കുമെന്നും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. Two sides are working on an early visit of the Prime Minister to the United States to further deepen India-US comprehensive global strategic partnership, and specific dates for this visit are still being worked out and will be announced at the appropriate time. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ സുരക്ഷാ സ്ഥിതിഗതികളിൽ അദ്ദേഹം ആശങ്ക പങ്കുവച്ചു. സംഘർഷ മേഖലയായ ഗോമ പ്രദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് കിൻഷാസയിലെ എംബസി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആം ആദ്മി പാർട്ടിയിൽ കൂട്ടരാജി. 7 MLA-മാരാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കാത്തതാണ് രാജിക്ക് കാരണമെന്നാണ് സൂചന. പാരിസ്ഥിതിക പ്രാധാന്യമേറിയ തണ്ണീർത്തടങ്ങളുടെ അന്താരാഷ്ട്ര പട്ടികയായ റാംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 4 തണ്ണീർത്തടങ്ങൾ കൂടി ഇടം നേടി. തമിഴ്നാട്ടിലെ സക്കരക്കോട്ടൈ, തേർത്തങ്കാൾ പക്ഷി സങ്കേതങ്ങൾ, സിക്കിമിലെ ഖേച്ചിയോ പാൽറി തണ്ണീർത്തടം, ജാർഖണ്ഡിലെ ഉധ്വ തടാകം എന്നിവയാണ് പുതുതായി പട്ടികയിൽ ഇടം പിടിച്ചത്. ഇതോടെ പട്ടികയിലുള്ള രാജ്യത്തെ തണ്ണീർത്തടങ്ങളുടെ എണ്ണം 89ആയി. ലോകത്ത് ഏറ്റവും അധികം റാംസാർ തണ്ണീർത്തടങ്ങളുള്ള 3ാമത് രാജ്യമാണ് ഇന്ത്യ. 2025 ആധാർ ഓതന്റിക്കേഷൻ ഫോർ ഗുഡ് ഗവേണൻസ് ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ സദ്ഭരണത്തിനായും പൊതു താൽപര്യം മുൻനിർത്തിയും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായുള്ള ആധാറിന്റെ സാധുതാ പരിശോധന പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിപുലീകരിക്കുന്നതാണ് നിയമം. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ $5.57 ശതകോടി വർധനവുണ്ടായതായി റിസർവ് ബാങ്ക്. കഴിഞ്ഞ മാസം 24-ന് അവസാനിച്ച ആഴ്ചയിലെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ ഫോറക്സ് ശേഖരം $629.55 ശതകോടി ഉയർന്നുവെന്ന് RBI അറിയിച്ചു. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് ഫോറൻസിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. $2.09 കോടി ചിലവിലാണ് ആധുനിക സൌകര്യങ്ങളോടെ ഫോറൻസിക് ബ്ലോക്ക് ഒരുക്കിയിരിക്കുന്നത്. പൂനെയിൽ നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാമത്തെ മത്സരത്തിൽ ഇന്ത്യ 15 റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 3-1 ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ്. 182 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 166 റൺസിന് പുറത്താവുകയായിരുന്നു. പരമ്പരയിലെ അവസാന മത്സരം നാളെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കും. BCCIയുടെ ആജീവനാന്ത പുരസ്കാരം ഇന്ത്യയുടെ ഇതിഹാസ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ഇന്ന് സമ്മാനിക്കും. മുംബൈയിൽ നടക്കുന്ന ബോർഡിന്റെ വാർഷിക സമ്മേളനത്തിലാണ് ആദരം. ഇന്ത്യയ്ക്കായി 664 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച സച്ചിൻ ടെസ്റ്റ്, ഏകദിന കളികളിലെ ഏറ്റവും ഉയർന്ന റൺസ് എന്ന റെക്കോർഡ് സ്വന്തമാക്കി. 200 ടെസ്റ്റ് മത്സരങ്ങളും 463 ഏകദിനങ്ങളും ഉൾപ്പെടെ 2 ഫോർമാറ്റുകളിലും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡും സച്ചിൻ ടെണ്ടുൽക്കർ സ്വന്തമാക്കിയിട്ടുണ്ട്. 38ാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ പുരോഗമിക്കുന്നു. വനിതകളുടെ ബാസ്കറ്റ്ബോൾ, പുരുഷ വനിതാ ടീമുകളുടെ വോളിബോൾ തുടങ്ങിയ ഇനങ്ങളിലെ സെമിഫൈനലിൽ കേരളം ഇന്നിറങ്ങും. നീന്തലിൽ കേരളത്തിന്റെ സാജൻ പ്രകാശ്, ശിവാനന്ദ്, BS, ഹർഷിത ജയറാം, ഭദ്ര സുദീപൻ തുടങ്ങിയവരും ഇന്ന് മത്സരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ക്ഷേമത്തിലൂന്നിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന നടപടികൾക്കൊപ്പം നികുതി പരിഷ്കാരങ്ങൾക്കും സാധ്യത. പ്രത്യേക സാമ്പത്തിക പാക്കേജിനൊപ്പം വയനാടിനും വിഴിഞ്ഞത്തിനും സഹായം പ്രതീക്ഷിച്ച് കേരളം. ന്യൂഡൽഹി പുസ്തകമേളയ്ക്ക് ഇന്ന് ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും.
മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും 73 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും ഇന്ന് പ്രയാഗ്രാജിലെത്തും. മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്ക് 25%, ചൈനയ്ക്ക് 10% തീരുവ ചുമത്താൻ US തീരുമാനം. ഇംഗ്ലണ്ടിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.